Very good morning, dear students. Hope you all are fine. Okay, so we are moving on to the factors which affect perception. ഒരു സ്പെഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ. So in the last classes we have seen so far is about traits, characteristics and the perception, everything അല്ലേ. സോ വാട്ട് ഈസ് പെർസെപ്ഷൻ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നൊരു പോയിൻ്റാണ്. എന്ത് ഇറ്റ് ഈസ് വാട്ട് വി റിസീവ് ഫ്രം അവർ എൻവയൺമെൻറ്റ്. വാട്ട് ഡു വി ഇമാജിൻ, ഹൗ ഡു വി ഗിവ് മീനിങ് ടു ദാറ്റ് റിയാലിറ്റി, അല്ലെങ്കിൽ വാട്ട് വി ഹാവ് റിസീവ്ഡ്, അതിനൊക്കെ നമ്മൾ എന്ത് അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, സോ വിൽ സീ what are the special factors affecting perception. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും? എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടും, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കി. നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് എന്തായിരിക്കും? ദ ഒബ്ജക്റ്റ് വിച്ച് ഈസ് മച്ച് ബിഗർ അല്ലേ. ഒരു ചെറിയ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു സംഭവം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അതല്ലേ നമ്മുടെ കണ്ണിൽ പെടുക അല്ലേ. നമ്മളിപ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ നമ്മളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, അവിടെ താഴെ നടന്നു പോകുന്ന കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളിരിക്കുന്നത് ക്ലാസ് റൂമിലാണെന്ന് വിചാരിക്കാം, ഒരു ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് വിചാരിക്കും. സോ നമ്മൾ ജനലിൽ കൂടെ അങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ ഈ താഴെ നടന്നു പോകുന്ന കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ നമ്മുടെ കണ്ണിൽ പെടാറുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൂച്ച നടക്കുന്നതോ ഒരു പട്ടി നടക്കുന്നതോ അതാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുക. മനസ്സിലായില്ലേ? ഓക്കെ, സോ ഒബ്ജക്ട്സ് വിച്ച് ആർ ബിഗർ, ദാറ്റ് ആർ ദോസ് തിങ്സ് ആർ ഹാവിങ് മോർ ചാൻസസ് ടു ഗെറ്റ് അട്രാക്റ്റഡ് മോർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. കളർ ആൻഡ് കോൺട്രാസ്റ്റ്. ഒരു കളർ പ്രിൻറ്റ് അല്ലേ, നമ്മളിപ്പോൾ ലേസർ പ്രിൻറ്റിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കളർ പ്രിൻറ്ററിൽ നമുക്ക് കളർ പ്രിൻറ്റ് നമുക്ക് കിട്ടും. സോ കളർഫുൾ ഒബ്ജക്റ്റ് ആണോ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്? ഓക്കെ, അപ്പോൾ കളറിന് അതിൻ്റേതായ ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ട്. കാരണം അതിൽ ചേരുന്ന പല കളേഴ്സിൻ്റെ കോൺട്രാസ്റ്റ്. ചിലത് നമ്മൾ പറയില്ലേ, ചില കളേഴ്സ് ഭയങ്കര കോമ്പിനേഷനാണ്, ചിലത് ഭയങ്കര കോൺട്രാസ്റ്റാണ്. ഇറ്റ് ഈസ് മോർ അട്രാക്റ്റീവാണ് പലർക്കും. ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ അട്രാക്റ്റീവാണ്. ഗോൾഡൻ വിത്ത് മെറൂൺ. ഓക്കെ, ഗോൾഡൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചേർന്ന് പോവില്ല, ഡാർക്ക് കളേഴ്സാണ് അതിൻ്റെ കൂടെ ചേർന്ന് പോവുക. അപ്പോൾ നമ്മൾ വെൻ വി ഗിവ് മോർ കോൺട്രാസ്റ്റ് കളേഴ്സ്, നമ്മൾ കൊടുക്കുന്ന കോമ്പിനേഷൻസ് ദാറ്റ് ഈസ് ഗെറ്റ് മോർ അട്രാക്റ്റഡ്. ഓക്കെ, സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വന്നിരുന്ന കാലത്ത് എല്ലാവർക്കും അത് കാണാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ when color TV has introduced in the market, ആൾക്കാർക്ക് പതുക്കെ കളർ ടി വിയോടായി അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു കളർ ടി വി മേടിക്കണം. നിങ്ങൾക്കൊന്നും കാലഘട്ടം പോലെ ഓർമ്മയിലുണ്ടാവില്ല, അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കളർ ടി വി വേണം വീട്ടിൽ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ കളർ ടി വി വന്നപ്പോൾ അതിലുള്ളൊരു അട്രാക്റ്റീവ്നെസ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളർ ടി വികളുടെ
ഇടയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ കൂടുതലാണ്. നിങ്ങളൊരു സൂവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്രയോ ആനിമൽസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ ആനിമൽസിൻ്റെ ഇടയിൽ ഒരു സീബ്ര നിൽക്കുമ്പോൾ ദാറ്റ് ഈസ് മോർ അട്രാക്റ്റഡ്. കാരണം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് കാണിക്കുമെന്നുള്ളതാണ്. ആ ഡാർക്കും ലൈറ്റും വരുന്നൊരു കോൺട്രാസ്റ്റ്, വരുന്നൊരു കോമ്പിനേഷൻ ദാറ്റ് വിൽ അട്രാക്റ്റ് യു മോർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ പല വീടുകളിലും പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ വീടുകളിൽ ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കും. ഓക്കെ, I don't know about Muslim community, but in റിലീജിയസ് ആയിട്ടുള്ള ബിലീഫുള്ള ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുസിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവരുടെ വീടുകളിൽ ദൈവത്തിൻ്റെ പടം അല്ലെങ്കിൽ പടം വയ്ക്കാറുണ്ട്. ഓക്കെ, ഫോട്ടോസ് വയ്ക്കാറുണ്ട് ഫ്രെയിം ചെയ്തിട്ട്. അതിൽ പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോട്ടോ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് അട്രാക്ട്ഫുൾ ഫോട്ടോ ഫ്രെയിം ഇൻ ദാറ്റ് ഹൗസ്. ചിലപ്പോൾ ദൈവങ്ങളുടെ ആയിരിക്കാം, ചില വീടുകളിൽ ചില സീനറീസ് ആയിരിക്കാം, ചില ഫ്ലവേഴ്സ് ആയിരിക്കാം, ചില ഗെറ്റ് ടുഗെദർനെസ്സിൻ്റെ ഒരു പിക്കായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതെങ്കിലും ഒരെണ്ണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറച്ചും കൂടി ബിഗ്ഗർ സൈസിൽ അവർ വാളിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് അട്രാക്ട്ഫുൾനെസ് എന്നുള്ളതാണ്. സോ ദ വാട്ട് കളർ കോമ്പിനേഷൻസ് യു ഗീവ്, വാട്ട് കോൺട്രാസ്റ്റ് യു ഗീവ് to that to make it attract എന്നുള്ളതാണ്. ഓക്കെ, സോ കളർ ആൻഡ് കോൺട്രാസ്റ്റിന് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. The principle of contrast suggests that in a full color context, a black and white advertisement is more likely to be noticed. അല്ലേ, ഒരു പരസ്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ ഒരു പെട്ടെന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അതായിരിക്കും. ദാറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓൾഡർ വൺ, ദാറ്റ് ഈസ് ദ മോർ സ്വീറ്റസ്റ്റ് മെമ്മറി എന്നുള്ളത് നമുക്ക് അറിയാം. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ആൾക്കാർ നോക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഒന്ന് എഫക്റ്റ് ചെയ്യുന്നത്, പെർസെപ്ഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്താണ്? കളറും കോൺട്രാസ്റ്റും. സെക്കൻഡ് തിങ് ഈസ് സൈസ് അല്ലേ. അപ്പോൾ സൈസിൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലാർജർ അല്ലെങ്കിൽ ബിഗർ സൈസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈസിലി നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുഞ്ഞി പിള്ളേരിങ്ങനെ നടന്നു പോകുന്നുണ്ട്, അതിനിടയിൽ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുഞ്ഞി പിള്ളേരിൽ തന്നെ ഒരു കുട്ടി ഇത്തിരി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കൂടിയും ഹൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഇത്രയും കൂടിയും ഹെവിയർ ആയിട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഏറ്റവും ചെറിയ ബേബീസിനോട് കെടുത്തിയിട്ടുണ്ടായിരിക്കും, അതിലേതെങ്കിലും നല്ല ഉണ്ടയായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കവളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടീനെ കാണുമ്പോൾ ദാറ്റ് ഈസ് മച്ച് മോർ അട്രാക്റ്റഡ് അല്ലേ. നല്ല ഫ്ലഫി ബേബീസിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടില്ല. ഓക്കെ, സോ ദ സൈസ് ഈസ് മോർ അട്രാക്റ്റബിൾ ഓൾസോ. Okay, large sizes tend to attract greater attention than small, but the ratio of size increase to attention gained is not a simple one. The larger an object is, the greater any enlargement must be perceived. അപ്പോൾ എത്രത്തോളം ലാർജ് ആവുന്നുവോ അത്രത്തോളം നമ്മൾ എൻലാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? And then third one is intensity. So what do you mean by intensity? അതായത് intensity എന്ന് പറയുന്നത് which enhances the strength of a stimulus. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ലൗഡ്നെസ് ആയിരിക്കാം, നമ്മുടെ ബ്രൈറ്റ്നെസ് ആയിരിക്കാം. ഓക്കെ, നമ്മളതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, നമ്മൾ ചില കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ബ്രൈറ്റ്നെസ്, ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ടിൽ വരുന്ന വേരിയേഷൻസ്. So when you read a book, so when you read a story,
ആ ഒരു സ്റ്റോറി കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ്. അല്ലേ? ചില ആൾക്കാരിങ്ങനെ കഥ വായിക്കണ കേട്ട് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ചില ആൾക്കാർ കഥ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആ വോയിസിൽ കൊടുക്കുന്ന മോഡുലേഷൻസ്, ഓരോ ഡയലോഗിനും കൊടുക്കുന്ന പ്രയോറിറ്റി, വോയിസ് മോഡുലേഷൻ, ചിലത് നമ്മൾ പറയുന്ന പോലെ, ചിലത് നമ്മൾ കഥ വായിക്കുമ്പോൾ നമുക്കത് ക്വസ്റ്റ്യനിങ് പോലെ. ഓക്കെ, സോ ഓരോ ഡയലോഗ്സും അതിൽ വരുന്ന ഓരോ ഡയലോഗ്സിനും വി ആർ ഗിവിങ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. സോ വിച്ച് ഹാസ് ടു ബി സ്ട്രെസ്ഡ്, ദാറ്റ് ഷുഡ് ബി സ്ട്രെസ്ഡ്. വിച്ച് ഹാസ് ടു ബി ഫ്ലോഡ്, ദാറ്റ് ഷുഡ് ബി ഫ്ലോഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി, ഓരോന്ന് കൊടുക്കുന്ന പവർ, ഗ്രാവിറ്റി, ഇതിനൊക്കെ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഈസ് പൊസിഷൻ. This is one of the most interesting determinants of sensory perception. When a written language runs left to right down the page, as English does, the upper half of a page gets more attention than the lower half. The left-hand side more than the right, presenting a small object, is virtually blank page draws the eyes to it immediately. ഇപ്പോൾ നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു രീതി, എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അല്ലേ? അപ്പോൾ ഈ ലെഫ്റ്റ് ടു റൈറ്റിൽ നമ്മളൊരു പേജ് മൊത്തം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗമേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ഓക്കെ, നമ്മളവിടെ നിർത്തും. സോ ഫസ്റ്റ് ഹാഫ് ദാറ്റ് വി ഗിവ് മച്ച് മോർ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ടാണ് അടുത്തത് നമ്മൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്കാർ ആദ്യം ശ്രദ്ധ പോവുക വാട്ട് ഈസ് there in the space and what is above the space and what is below the space. So in which position you're writing, in which position you keep for the attractiveness. നമ്മൾ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വെക്കുന്നത് എന്തിനാണ്? അത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്നെസ് ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വീടുകളിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വയ്ക്കാറുണ്ട്, അല്ലേ? ഈ ഫ്രഷ് ഫ്ലവേഴ്സ് വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗിവ് യു മോർ പോസിറ്റീവ് എനർജി ഇൻ യുവർ ഹോം, അല്ലേ? സോ വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഓർ വിച്ച് കളർ ഓഫ് ഫ്ലവേഴ്സ് യു ഹാവ് ടു കീപ്പ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഡാർക്ക് കളേഴ്സ് ഫ്ലവേഴ്സാണ് നമ്മൾ വീടിനകത്ത് വയ്ക്കേണ്ടത്. because it gives you more and more positive energy. So when you keep the light colored flowers in your home, that gives you negative energy. ഒരു റെഡ് റോസ് നമ്മുടെ വീടിനകത്ത് വെച്ച് നോക്കി ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ഭയങ്കര ഒരു എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഓരോന്നിനും അതിൻ്റെ ഒരു പൊസിഷന് കൊടുക്കുന്ന അട്രാക്റ്റീവ്നെസ് ദാറ്റ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് മൂവ്മെൻറ്റ്. എ മൂവിങ് ഒബ്ജെക്റ്റ് റിസീവ്സ് ഗ്രേറ്റർ അറ്റൻഷൻ, അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ, so no problem is there and nothing is identified. But when something is moving, നമ്മളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം, പെട്ടെന്നൊരു അവിടെ നോക്കിയിരിക്കുമ്പോൾ വലിയ അനക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേ പെട്ടെന്ന് നമ്മളൊരു മൂവ്മെൻറ്റ്, സിഗ്സാഗ് മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് വി ക്യാൻ പെർസീവ് ആൻഡ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് it is a snake is going on the ground, അല്ലേ? ബിക്കോസ് ആ പാമ്പ് പോണ ഡയറക്ഷൻ നമുക്കറിയാം, അതിൻ്റെ സ്റ്റൈൽ നമുക്കറിയാം, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് എസ് പോലെയാണ് പാമ്പ് അങ്ങനെ പോവുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ സംതിങ് ഈസ് മൂവിങ്, പക്ഷേ നമുക്ക്
പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും ദാറ്റ് ഇറ്റ് ഈസ് എ സ്നേക്ക് എന്നുള്ളത്. ഓക്കെ, സോ നമ്മളെപ്പോഴും മൂവിങ് ഒബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അഡ്വർടൈസേഴ്സ് എഫക്റ്റീവ്ലി യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റ് ബൈ ഡിസ്പ്ലേയിങ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഇൻകോർപ്പറേറ്റ്സ് മൂവിങ് പോർട്സ് ലൈക്ക് റോവിങ് ബിൽ ബോർഡ്സ്. അപ്പോൾ ഈ ചില ബിൽ ബോർഡ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. വാട്ട് യു മീൻ ബൈ ബിൽ ബോർഡ്സ്? നമ്മുടെ റോഡ് സൈഡുകളിൽ നമ്മൾ കാണുന്ന ബിഗ് അഡ്വർടൈസ്മെൻറ്റ്സ്. ഓക്കെ, ഇത് സംടൈം എന്താവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു മൂവിങ് ഒബ്ജക്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഇപ്പോൾ LED കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംതിങ് വിച്ച് അത് മാഞ്ഞ് അടുത്ത പരസ്യം, ഇത് മാഞ്ഞു പോകുമ്പോൾ വേറെ പരസ്യം, ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എന്താണ് ആ മൂമെൻറ്റ് എന്നുള്ളത് ആൾക്കാർ ചിലപ്പോൾ നോക്കി നിൽക്കാറുണ്ട്. ഓക്കെ, സോ മൂവിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഗെറ്റ് മച്ച് മോർ അട്രാക്ഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ റെപ്പറ്റീഷൻ എന്ന് പറയുമ്പം ഏതൊരു സാധനമാണോ വീണ്ടും വീണ്ടും റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ പറയുന്നത് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളാണല്ലോ. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ, ക്ലാസ്സുകളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ആ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആദ്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കുക ആ ഒരു കാര്യമായിരിക്കും. ബിക്കോസ് വിച്ച് ഈസ് മോർ ആൻഡ് മോർ ഈസ് റിപ്പീറ്റഡ് ദാറ്റ് റിമെയിൻസ് ഇൻ യുവർ ബ്രെയിൻ. ഓക്കെ, നമ്മളൊരു പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു, നമ്മൾ വായിച്ചു. ഓക്കെ, നമ്മളത് വായിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ വായിച്ചു. സോ ആദ്യം വായിച്ചൊരു സബ്ജക്റ്റ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സെക്കൻഡ് വായിച്ച സബ്ജക്റ്റ് അതിൻ്റെ മീതെ കയറിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ വേറൊരു തേർഡ് സബ്ജക്റ്റ് എടുത്തു, അതും നമ്മൾ വായിച്ചു. അപ്പോൾ സെക്കൻഡിൻ്റെ മുകളിൽ തേർഡ് വന്നു. ഓക്കെ, ആൻഡ് അഗെയിൻ അനദർ ടെക്സ്റ്റ് എടുത്തു, നമ്മൾ അതും കുറച്ച് നേരം വായിച്ചു. ദാറ്റ് ഹാസ് കം അഗെയിൻ ദി ടോപ്പ് ഓഫ് ദി തേർഡ് തിങ്. അപ്പോൾ 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 4 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. ഒന്നിന് മീതെ ഒന്നായിട്ട് നമുക്കത് പഠിക്കാനായിട്ട് സാധിച്ചു. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നിങ്ങളുടെ അടുത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നമ്മൾ ഏതാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ഏതായിരിക്കും? ഏറ്റവും ആദ്യം ചോദിച്ചതാണോ? ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചതെന്ന് എന്തെങ്കിലാണോ? അല്ല. ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് ഏതാണോ അതിൽ നിന്ന് എന്തെങ്കിലും ആയിരിക്കും എൻ്റെ മക്കൾക്ക് ഓർമ്മയിൽ വരിക. ഓക്കെ, സോ ആദ്യം പഠിച്ചത് ആദ്യം ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ the next day again you have to revise. സോ ഇങ്ങനെ റിവൈസ് ചെയ്ത് ഇത് വരുമ്പോൾ താഴെ ഉണ്ടായിരുന്ന സംഭവം പതുക്കെ ഇത് കയറി മുകളിലേക്ക് വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. എഗെയിൻ ദ തേർഡ് ഡേ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണം. കാരണം സെക്കൻഡ് ഡേ പഠിച്ച കാര്യങ്ങളിൽ ആദ്യത്തെ ദിവസത്തിനേക്കാളും കുറച്ചും കൂടി ഓർമ്മയിലുണ്ടായിരിക്കും. തേർഡ് ഡേ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഓർമ്മയിലുണ്ടായിരിക്കും. സോ ഒരു ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേ അൻറ്റിൽ നമ്മുടെ എക്സാം വരുന്നവരിക്കും നമ്മൾ ആദ്യം തൊട്ടുള്ള റിവിഷൻ എന്നും നമ്മൾ ചെയ്താലാണ് ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ആദ്യം നമ്മൾ ഒരു സബ്ജക്റ്റ് അരമണിക്കൂർ പഠിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിന് മാത്രം നമ്മൾ 1 മണിക്കൂർ മാറ്റി വയ്ക്കേണ്ടി വരും. കാരണം നെക്സ്റ്റ് ഡേ ഹാഫ് ആൻ അവർ ഉണ്ടായിരിക്കും, ലാസ്റ്റ് ഡേയുടെ ഹാഫ് ആൻ അവർ ഉണ്ടായിരിക്കും. തേർഡ് ഡേ ആകുമ്പോഴേക്കും 15 മിനിറ്റ്സ് മതിയാവും. കാരണം നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കും. സോ ആദ്യത്തെ 2 കാര്യങ്ങൾക്കും കൂടി നമുക്ക് ഹാഫ് ആൻ അവർ മതി. മൂന്നാമത്തെ ഒരു കാര്യത്തിന് എഗെയിൻ ഹാഫ് ആൻ അവർ. സോ 45 മിനിറ്റ്സ് നമുക്ക് ഒരു 1 അവർ തന്നെ മതിയാവും 3 ദിവസത്തെ കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് പോകാനായിട്ട്. ഇങ്ങനെ നമ്മൾ ടൈം ഇൻക്രീസ് ചെയ്ത് വരണം. ഇങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്താലാണ് നമ്മുടെ മനസ്സിലും
നമ്മുടെ തലയിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ചില പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്രീക്വൻറ്റ് റിപ്പീറ്റേഷനാണ്. നമ്മൾ ടി വി കാണുമ്പോൾ ഇത് നേരം ആ പരസ്യം തന്നെയായിരിക്കും വരുന്നത്. നമുക്ക് ദേഷ്യം വരും. പക്ഷെ എന്നാലും പിന്നീട് നമ്മൾ എന്താണ് ചെയ്യാം, അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നൊരു സംഭവമാണ്. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വേണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് സ്ഥലം വേണം എന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു സ്പേസ് ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പരസ്യങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ആ പരസ്യം എവിടെ നോക്കിയാലും, റേഡിയോ ഓൺ ചെയ്താലും, ടി വിയിലായാലും, ന്യൂസ് പേപ്പറായാലും, മാഗസിൻസിലായാലും നമുക്ക് ആ പരസ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ആ പരസ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓക്കെ. And then familiarity and novelty. This states that if a stimulus is either familiar or novel to the perceiver, it can serve as a greater attention. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മച്ച് മോർ അറ്റൻറ്റീവ് അല്ലെങ്കിൽ അട്രാക്റ്റീവ്. ഇനി പുതിയ കാര്യങ്ങളാണ്, വിച്ച് ഈസ് നോവൽ, പുതിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലേ. ഈ കൊറോണ വൈറസ് നമ്മൾ പറഞ്ഞു 1900s ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ നോവൽ കൊറോണ വൈറസ്, പുതിയ കൊറോണ വൈറസാണ്. ഇത് എഗെയിൻ ജനറ്റിക് മാറ്റത്തോട് കൂടിയിട്ട് വീണ്ടും ഒരെണ്ണം വന്നിട്ടുണ്ട് അല്ലേ. സോ ദ നോവൽ കൊറോണ വൈറസിന് കുറച്ചും കൂടി ശക്തി കൂടും എന്നുള്ളതായിരുന്നു. ആൻഡ് ദെൻ അപ്പോൾ നമുക്കിവിടെ ഒരു നോവൽ എന്ന് പറയാൻ കാരണം വിച്ച് ഈസ് ന്യൂ, വിച്ച് ഈസ് ഫെമിലിയർ, പുതിയ കാര്യങ്ങൾ അറിയാനാണ് ആൾക്കാർക്ക് താല്പര്യം അല്ലേ. അപ്പോൾ പുതിയ ന്യൂസ്, ലേറ്റസ്റ്റ് തിങ്, അപ്പം അങ്ങനെയൊക്കെ പുതിയത് എന്തെങ്കിലും വരുമ്പം ദാറ്റ് ഈസ് മോർ അട്രാക്റ്റീവ്. 4 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞു, കാരണം പുതിയതല്ല, പിന്നെ പഴയതായി. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് നമുക്ക് വരുന്ന കാര്യം. കളർ ആൻഡ് കോൺട്രാസ്റ്റ്, സൈസ്, ഇൻറ്റൻസിറ്റി, പൊസിഷൻ, മൂവ്മെൻറ്റ്, റെപ്പറ്റീഷൻ, ഫെമിലിയാരിറ്റി ആൻഡ് നോവൽറ്റി. ഓക്കെ. And then we'll move on to the internal factors എന്തൊക്കെയാണെന്ന് നോക്കാം. Internal factorsൽ വരുന്നത് personality, learning and motivation. The personality of an individual is an internal factor which greatly influences the perceived behavior. Optimistic people perceive things in favorable terms, while pessimistic people perceive in negative terms. Learning is another psychological cognitive factor which has its bearing on perception and probably plays the biggest role in developing perceptual set. Motivation plays significant role in perceptual selectivity. Unreal things often look real because of deprived needs. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒന്ന് പേഴ്സണാലിറ്റി, മറ്റൊന്ന് ലേണിംഗ് ആൻഡ് മൂന്നാമത്തെ മോട്ടിവേഷൻ. സോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹിയർ വി ഗിവ് മച്ച് മോർ ഇമ്പോർട്ടൻസ് ടു ദി ബിഹേവിയർ. സോ ചില ആൾക്കാരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പീപ്പിൾ വിത്ത് ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ്, എന്ത് കാര്യം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് വൈബ്. പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പീപ്പിളിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ടേംസ്, ഇത് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അവർ പറയുന്ന നെഗറ്റിവിറ്റി മുഴുവൻ ചിലപ്പോൾ പെസിമിസ്റ്റിക് പീപ്പിളിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും ചിന്തിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നേരെ മറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എന്താ പറയുക, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പെസിമിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ. ആൻഡ് ദെൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു അൺറിയൽ ആയിട്ടുള്ള ഒരു സംഭവം പോലും ഒരു റിയാലിറ്റിക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്.
അത് കൊണ്ടുവരുന്ന നമ്മുടെ നീഡ്സാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് അവരെ എന്താ പറയുക, കോംപ്ലക്ഷൻ, അവരുടെ സ്കിൻ കുറച്ചും കൂടി ഡാർക്കറാണെന്ന് വിചാരിക്കാം, ഫെയർ അല്ല. അപ്പോൾ അവരുടെ ചിന്ത അല്ലെങ്കിൽ അവർ പരസ്യങ്ങളിൽ കാണുന്നത് മുഴുവൻ കുറച്ചും കൂടി ഫെയർ ആവാൻ എന്താണ് മാർക്കറ്റിലുള്ളത്, സോ വിച്ച് ഈസ് അവൈലബിൾ, അതറിയാം അവർക്ക് റിസൾട്ട് തരില്ല എന്നുള്ളത്. നമ്മൾ പുറമെ എന്തൊക്കെ ക്രീമുകൾ തേച്ചാലും അതൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റങ്ങളുള്ളൂ. കാരണം നിങ്ങളുടെ കളർ എങ്ങനെയാവണം, നിങ്ങളുടെ കോംപ്ലക്ഷൻ എങ്ങനെയാവണം, നിങ്ങളുടെ ഹൈറ്റ് എത്രയാവണം, നിങ്ങളുടെ വെയ്റ്റ് എത്രയാവണം, എവറിത്തിങ് കൺട്രോൾ ചെയ്യാൻ ഓരോ ജീനുകളും നമ്മുടെ ബോഡിയിലുണ്ട്. സോ വിത്ത് ദി ഔട്ടർ അപ്ലയൻസ് ഓഫ് എനി ക്രീം will not give you the result എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പിന്നെ നമ്മൾ എന്തിനാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ നീഡിനെ ബേസ് ചെയ്തിട്ടാണ് ആ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. I want to become fair somehow. So what is available in the market, I will use it. So one after the another people go and buy things and they will use it. അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ it is beyond our imagination, but our needs, നമ്മുടെ ആവശ്യം അത് നടത്തി തീർക്കും എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ നമുക്ക് വരുന്ന കാര്യം. ഇനി നമുക്ക് വരുന്നത് ആട്രിബ്യൂഷൻ തിയറിയാണ്. സോ എന്താണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ? ദറ്റ് ഈസ്, ഇൻ ആൻ ഓർഗനൈസേഷൻ ആട്രിബ്യൂഷൻ തിയറി ഈസ് ഇൻറ്റൻഡഡ് to assist an individual in understanding the causes of human behavior. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാനാണ്? ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിലേഷൻസിൽ, അല്ലേ? ഹ്യൂമൻ റിസോഴ്സിൽ. മിഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? മിഷൻ റിയാക്ട് ചെയ്യുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പഠിക്കുന്നത് ആരിനെ മനസ്സിലാക്കാനാണ്? നമ്മുടെ കമ്പനീസിലുള്ള എംപ്ലോയീസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ വൈ വി ആർ യൂസിങ് ദ ആട്രിബ്യൂഷൻ തിയറി ഇൻ ദി ഓർഗനൈസേഷൻ? എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓരോ ഹ്യൂമൻ ബിഹേവിയറിൽ വൈ ഹി ഈസ് ബിഹേവിങ് ലൈക്ക് ദിസ്, what is the root cause of behaving in such a manner, to understand that. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആട്രിബ്യൂഷൻ തിയറി ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇതിനെ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഓക്കെ, a person who comes late to the organization, മാറി മാറി വരുന്ന മാനേജർമാർ പലരും ശകാരിച്ച് നോക്കി, പണിഷ്മെൻ്റ് കൊടുത്ത് നോക്കി, നോ യൂസ് അറ്റ് ഓൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയ മാനേജർ മാറി പുതിയ ഒരു മാനേജർ ചാർജ് എടുക്കുന്നത്. So he was silently studying each and every employee, how they are behaving in the organization and what is the cause of their behavior. അതിനെയാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? സോ ഈ ഒരു പുതിയ മാനേജർ വന്നപ്പോഴും ജനറലായിട്ട് എല്ലാവർക്കും കൊടുത്ത ഇൻസ്ട്രക്ഷൻ തന്നെയാണ്, പ്ലീസ് ബി ഓൺ ടൈം ടു ദി ഓർഗനൈസേഷൻ എന്നുള്ളത്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. So what happens is, this particular person who I am saying from the beginning, അയാൾ എപ്പോഴും ലേറ്റ് തന്നെയാണ്. He is always late to the office. Maybe half an hour, maybe 45 minutes, and also sometimes 1 hour. So besides his warning,
സ്റ്റിൽ ദിസ് പേഴ്സൺ ഈസ് ലേറ്റ് ടു ദി ഓഫീസ്. ഓക്കെ, ഇത്രയും പ്രാവശ്യം മാനേജർ പറഞ്ഞിട്ട്, പുതിയ മാനേജർ 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞു, പക്ഷെ എന്നിട്ടും ദിസ് പേഴ്സൺ ഈസ് ഓൾവേസ് ലേറ്റ് എന്നുള്ളതാണ്. സോ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിവസം ഈ ദ ന്യൂ മാനേജർ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇയാളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കി, ഫോളോ ചെയ്തു. ഈ എംപ്ലോയിയുടെ വീട് ഫോളോ ചെയ്തു. അറിഞ്ഞില്ല, മറ്റേ എംപ്ലോയി അറിഞ്ഞില്ല ഈ മാനേജർ പിന്നാലെ വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞില്ല. സൈലൻ്റ്ലി ഫോളോ ചെയ്തു, വീട്ടിലേക്ക് വന്നു. ഓക്കെ, എംപ്ലോയി വീട്ടിൽ കയറി കുറച്ച് നേരമായിട്ടുള്ളൂ. സോ ദ സിറ്റുവേഷൻ ഹി സോ ദേർ. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന മാറ്റം, അവിടെ ഇയാളിന് സ്പർശിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ എംപ്ലോയിയുടെ വൈഫ് എന്ന് പറയുന്നത് ബെഡ് റിഡൺ ആണ്. സോ ഹി ടേക്സ് ടൈം ബിക്കോസ് ഹി ഹാസ് ടു ക്ലീൻ ഹെർ, he has to make to dress up, he has to make her lie down, or he has to make her sit down, he has to feed her, everything. എല്ലാ കാര്യങ്ങളും ഇയാൾ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു കുഞ്ഞു മോളും ഉണ്ട്, ആ കുട്ടീനും സ്കൂളിലേക്ക് അയക്കണം. സോ രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഭാര്യേനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കിടത്തി കുട്ടീനെ സ്കൂളിലാക്കിയിട്ടാണ് ഈ വ്യക്തി വരുന്നത്. സോ ഇത് കണ്ടതിന് ശേഷം വേറെ ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എംപ്ലോയിക്ക് ഒരു കംപ്ലയിൻസും പറയാനില്ല. മാനേജറിനെ ഒരു കാര്യവും ശകാരിക്കാനുമില്ല. ഓക്കെ, അങ്ങനെ സന്തോഷമായിട്ട് അവർ സംസാരിച്ച് പിരിഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് the same thing, he was late to the office for 45 minutes, half an hour, but ഒന്നും തന്നെ അയാളെ ഡിസ്റ്റർബ് ചെയ്തില്ല എന്നുള്ളതാണ് അവിടെ സത്യം. ബിക്കോസ് whatever job he was doing, he was very cautious in that. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അയാൾ അത്രയും ശ്രദ്ധയോടെ, ആ എംപ്ലോയി അത്രയും ഓർഗനൈസേഷനും നല്ല ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് ചെയ്യാണ്. സോ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സോ ആ ഒരു എംപ്ലോയീനെ നഷ്ടപ്പെടുത്താനായിട്ട് കമ്പനി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കമ്പനി ചെയ്ത ചെറിയൊരു വിട്ടുവീഴ്ച ഇതാണ്, കമ്പനി ചെയ്ത ഒരു കാര്യം ഇതാണ്. ഇതിന് മുമ്പത്തെ മാനേജേഴ്സിലും ഈ മാനേജറിലും നമ്മൾ കാണുന്ന ഡിഫറൻസ് എന്താണ്? സോ ഓൾ ദോസ് മാനേജേഴ്സ് ഇൻ ദ പാസ്റ്റ്, അവർ ഒരിക്കലും പുതിയ എന്താ പറയുക, ഈ മനുഷ്യൻ്റെ റീസൺ എന്താണ്, വാട്ട് വാസ് ദി കോസ് ഫോർ ഹിസ് ലേറ്റ് കമ്മിങ് എന്നുള്ളത് അവർ ഒരിക്കലും നോക്കിയിട്ടില്ല. വൈ യു ആർ ലേറ്റ് എന്ന് പറയും, ഇയാൾ എന്തെങ്കിലുമൊക്കെ തമാശ പറയും, ചിരിച്ചിട്ട് ഇങ്ങോട്ട് പോരും, ദാറ്റ്സ് ഓൾ. സോ ഒരു മാറ്റം ഇയാളിൽ ആരും കാണുന്നില്ല. സോ ദ ന്യൂ മാനേജർ attribution theory apply ചെയ്തു. വാട്ട് വാസ് ദ കോസ് ഫോർ ദിസ് ബിഹേവിയർ എന്നുള്ളത് നോക്കി. അങ്ങനെയാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, സോ എങ്ങനെ അപ്പോൾ ഓരോ കാര്യം ഓർഗനൈസേഷനിൽ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ചില ഓർഗനൈസേഷനിൽ ചില വർഷങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ്സ് വി വുഡ് ഹാവ് ഏൺഡ് ഇറ്റ്. സോ ദർ ഈസ് എ കണ്ടിന്യൂസ് സ്റ്റഡി. What makes the organization to reach it at its heights എന്നുള്ളതാണ്. എന്താണ് ഇത്രയും ഒരു പുരോഗതി നമ്മുടെ ഓർഗനൈസേഷന് വരാനായിട്ട് എന്ത് മാറ്റമാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളത് അവർ നോക്കാറുണ്ട്. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ്, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഫെയിലായി കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടും അനലൈസ് ചെയ്യണം. what made this project to fail എന്നുള്ളത്. ബിക്കോസ് ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അറിഞ്ഞു കഴിഞ്ഞാൽ
when we do a next project or when we take a next step, we can make some adjustments എന്നുള്ളതാണ്. Okay? So we may be able to adjust our behavior and other factors accordingly. Attribution is simply the process of attaching or attributing causes or reasons to the actions and events. അപ്പോൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. And then we are moving on to the perception, that is specific application in organization. പെർസെപ്ഷൻ തന്നെ നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. People in organizations are always assessing others. Managers must praise their subordinates' performance, evaluate how co-workers are working. When a new person joins a department, he is immediately assessed by other persons. These types of judgments will have some specific applications in organizations. അല്ലേ? അപ്പോൾ people inside the organization are always evaluated, are always assessed by others. ഒരു ന്യൂ പേഴ്സൺ വന്നു എന്ന് വിചാരിക്കുക ജോലിക്ക്, നമ്മളെല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. How he is performing, how he is behaving with others, how he is talking with others. അല്ലേ? നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, നമ്മൾ നോക്കുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പേഴ്സൺ കുറച്ച് നാളത്തേക്ക് ഹീ ഈസ് വാച്ച്ഡ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബിഹേവിയറും മാനേജേഴ്സിൻ്റെ വർക്ക് എന്താണ്? അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് അവരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാറുണ്ട്, മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഇവാലുവേറ്റ് ചെയ്ത് അപ്രിസിയേഷൻ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അപ്രിസിയേഷൻ ചെയ്യാം. മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനത്തെ നല്ല ബിഹേവിയർ നമുക്കതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് നന്നായിട്ട് അറിയണം. When they are feeling overstressed, when there is a change that occurs in the employee's behavior, എപ്പോഴാണ് ബിഹേവിയറിൽ മാറ്റം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ അതിനാണ് പെർസെപ്ഷൻ നമ്മൾ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. സോ സ്ട്രെസ്, പീപ്പിൾ മേ പുട്ട്, ഫസ്റ്റ് പോയിൻ്റ് അത് തന്നെയാണ്, പീപ്പിൾ മേ പുട്ട് ടു മോർ സ്ട്രെസ് ഇഫ് ദേ ആർ ജഡ്ജ്ഡ് ബൈ കമ്പാരിസൺ പ്രോസസ്. അല്ലേ? നമ്മളെപ്പോഴാണ് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? വെൻ യു ആർ നോട്ട് പെർഫോമിങ് ലൈക്ക് അനദർ പേഴ്സൺ. Say for example, person A and person B is there. അപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ട്, പേഴ്സൺ ബി ആയിട്ട് വന്നിട്ടുണ്ട്. സോ പേഴ്സൺ എ ആൻഡ് ബി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം, നമ്മൾ വാച്ച് ചെയ്യണം. ഇതുപോലെ ആയിട്ടില്ല കേട്ടോ, ഇങ്ങനെ ആയിട്ടില്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബി എന്തായി പോകും? തളർന്നു പോകും. ദൈവമേ, ഞാൻ ചെയ്തതൊക്കെ ശരിയാവുന്നുണ്ടോ? എയുടെ പോലെ ആയിട്ടുണ്ടോ? അങ്ങനെയാണ് ആകെ കൂടി ഒരു വെപ്രാളായി തുടങ്ങും, ഒരു സ്ട്രെസ് ഫീലിംഗ് ആൾക്ക് വരാനായിട്ട് തുടങ്ങും. ഓക്കെ. If a person is matured enough, he will take up this issue positively and will try to put more effort to meet the expectation or perception of their manager. ഇവിടെയാണ് നമുക്ക് രണ്ട് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ ബി എന്ന് പറയുന്ന വ്യക്തി ഓപ്റ്റിമിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ he always see to make it better. അയാളുടെ പെർഫോമൻസ് ഒന്നും കൂടി ബെറ്റർ പെർഫോമൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ what is expectation by what is expected by the manager, അതിലേക്ക് എത്തിക്കാനായിട്ടാണ് അയാൾ എപ്പോഴും ശ്രമിക്കുക. പക്ഷേ if the person who has joined is a pessimistic type of person, ആൾ എന്താ വിചാരിക്കാമെന്നറിയോ? ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം
അത് എയുടെ അത്രയ്ക്കൊന്നും ആവില്ല. അപ്പോൾ ഇങ്ങനെ ദാറ്റ് ഈസ് ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് ആ വ്യക്തിക്ക് വരുന്നത്. ഓക്കെ, so the consequences will be very negative, leading to absenteeism, illness, low job satisfaction, poor morale, etc. So ഇങ്ങനൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ജോലിക്ക് വരാൻ താല്പര്യം കുറയും, ഇൽനെസ് കൂടും, ആബ്സെൻറ്റിസം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നമുക്ക് വരാൻ സാധ്യതകളുണ്ട്. സോ ഹൗ വി ആർ ഹാൻഡ്ലിങ് ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയി എന്നുള്ളതാണ്. സോ അയാൾക്ക് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാനും പാടില്ല, പക്ഷേ നല്ല രീതിയിൽ അയാളുടെ പെർഫോമൻസ് ഓർഗനൈസേഷന് കിട്ടും വേണം. അപ്പോൾ ആ രീതിയിലായിരിക്കണം ദ മാനേജറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ മാനേജർ അറിഞ്ഞിരിക്കണം നമ്മൾ എങ്ങനെയാണ് ഒരു എംപ്ലോയിയുടെ അടുത്ത് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് employment interview. Interviews make perceptual judgments that are often inaccurate. Different interviewers see different things in the same candidate and arrive at different conclusions about the applicant. Employment interview is an important input into the recruitment decision, and perceptual factors influence which is hired and in relation to the quality of organization's labor ഫോഴ്സ്. സോ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് ചില ആൾക്കാരുടെ ബിഹേവിയർ, ചില ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പാനൽ ഓഫ് പേഴ്സൺസ് വിൽ ബി ദേ, അവരുടെ മുമ്പിൽ നമ്മൾ ചെന്നിരിക്കുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവരിയ്ക്കുന്ന സ്ഥലത്ത് അവരറിയാതെ തന്നെ അവരിനെ ഇൻ്റർവ്യൂ ചെയ്ത് പോകുന്നൊരു സിസ്റ്റമുണ്ട്. നമുക്കറിയില്ല, ഒരു പേഴ്സൺ പെട്ടെന്ന് വന്ന് ഇരിക്കുന്നുണ്ടാവും നമ്മുടെ ഇടയിൽ, അവരും ഇൻ്റർവ്യൂവിന് വന്ന പോലെ തന്നെയാണ് അവരും ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാഷ്വൽ ടോക്ക്. സോ ഹൗ വി ആർ റെസ്പോണ്ടിങ് വിത്ത് ദി പീപ്പിൾ ഹോം വി ആർ നോട്ട് നോൺ. നമുക്കിതുവരെയും ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. സോ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ പെട്ടെന്നൊരു സംഭവം ഉണ്ടാവണ പോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാണ്. ഹൗ പീപ്പിൾ ആർ റിയാക്ടിങ് ടു ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് അവരുടെ ഒരു ഗ്രൂപ്പിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതായത് നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ എംപ്ലോയി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആൻഡ് തേർഡ് വൺ ഈസ് പെർഫോമൻസ് അപ്രൈസൽസ്. പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത് employees performance appraisal എന്ന് പറയുന്നത് is more dependent on the perceptual process. An employee's future is closely tied to his appraisal because promotions, increments, continuation are all based on appraisal. So appraisalനെ ബേസ് ചെയ്തിട്ടാണ്, പെർഫോമൻസ് അപ്രൈസലിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തരും അവരുടെ ഫ്യൂച്ചർ. ഓക്കെ, കാരണം ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട പ്രൊമോഷൻസ്, ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ടതായ ഇൻക്രിമെൻറ്റ്, അയാൾ ജോലിയിൽ തുടരണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ, ഇതൊക്കെ എടുക്കുന്നത് എത്രത്തോളം അയാൾ കമ്പനിക്ക് അപ്രിഷ്യേറ്റബിളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ദെൻ ഈസ് അസസിങ് ലെവൽ ഓഫ് എഫേർട്ട്. The level of employees' effort എന്ന് പറയുന്നത് is given high importance because assessment of an individual's effort is subjective judgment liable to perceptual distortions and bias. So നമ്മൾ ആ പേഴ്സണിനെ അസസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ലോയാലിറ്റി.
judgment that managers decide about employees is whether they are loyal to the organization or not. അവർക്ക് ഓർഗനൈസേഷനോട് താല്പര്യമുണ്ടോ, ഓർഗനൈസേഷനോട് ലോയാലിറ്റി ആണോ, ഹൗ ദേ ആർ സ്പ്രെഡിങ് ദ ന്യൂസ് ടു അതേഴ്സ്, ഹൗ ദേ ആർ സ്പീക്കിംഗ് ടു അതേഴ്സ് അബൌട്ട് ദി ഓർഗനൈസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആബ്സെൻറ്റിസം ആൻഡ് ടേൺ ഓവർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആബ്സെൻ്റ് ആകുന്നൊരു പ്രവണത ഉണ്ടോ, അല്ലെങ്കിൽ ആബ്സെൻറ്റിസം ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലീവിങ് ദി ഓർഗനൈസേഷൻ എന്ന് വേണം നമുക്ക് പറയാം. Managers must understand how much individual interprets his job and where there is significant difference between what is seen and what exists and try to eliminate the distortions. So എപ്പോഴും നമ്മൾ എംപ്ലോയീസിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവർക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ആബ്സെൻറ്റിസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരേ സമയത്ത് തന്നെ ഓർഗനൈസേഷൻ വിട്ട് പോകുന്നതായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ആബ്സെൻറ്റിസം ലേബർ ടേൺ ഓവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ് നമ്മുടെ ജോബിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര വിഷമമാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടം വന്നപ്പോൾ. എൻ്റെ മക്കളുടെ മുഖമൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല, ഒന്ന് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഐ എം ജസ്റ്റ് ലൈക്ക് എ റേഡിയോ. ഇന്ന് നമുക്ക് ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ് വയ്ക്കാമെന്ന് വിചാരിച്ചാലും നെറ്റ് ഇഷ്യൂസ്, പല കംപ്ലയിൻസും, കുട്ടികൾക്ക് അതിൻ്റേതായ റൈറ്റ് സ്പിരിറ്റിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കോളേജ് യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം തന്നെ അവർ ഡിസൈഡ് ചെയ്തത്. സോ നമ്മുടെ ക്ലാസ്സസ് മുഴുവൻ ഇപ്പോൾ നമുക്കൊരു ക്ലാസ് മിസ്സായാൽ പോലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് യൂട്യൂബിൽ സംഭവമുണ്ട്. സോ വെനെവർ വി ഗെറ്റ് ടൈം, നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ട്, നമുക്ക് ക്ലാസ് കാണാൻ സാധിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ മുഴുവൻ. ഒരു പേഴ്സൺ അയാളുടെ ഓർഗനൈസേഷനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത്രയും ഹാപ്പി ആയിട്ട് വേണം വരാനായിട്ട്. അയാൾ എത്രത്തോളം എൻജോയ് ചെയ്ത് അയാളുടെ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയായിരിക്കും? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? നമ്മൾ എത്രയൊക്കെയോ വർക്ക് ചെയ്തിട്ട് ഒരിക്കൽ പോലും കാണാത്തൊരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് പിന്നെ അവിടേക്ക് പോകാൻ തോന്നുക? അപ്പം നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു എംപ്ലോയർ ആയിരിക്കണം അല്ലേ? അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന എടുക്കുന്ന ഡിസിഷൻ, നല്ല തീരുമാനങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മളെന്നൊരു നല്ല രീതിയിലേക്ക് ഒരു നല്ല റിലേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വരാനും ജോലി ചെയ്യാനും ഒക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്കാനും വേണ്ടി നമ്മൾ വന്ന് അവിടെ നമ്മൾ ചെയ്യുന്നൊരു വർക്ക് എന്ന് പറയുന്നത് ഒരു റിസൾട്ട്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഹൗ ഫാർ യു ആർ റീച്ചിങ് വിത്ത് യുവർ ചിൽഡ്രൻ. നമുക്ക് നമ്മുടെ റിലേറ്റ് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിച്ചേക്കാണ്, നിങ്ങളുടെ പാരൻസ് ഏൽപ്പിച്ച് തന്നതാണ് നിങ്ങളുടെ അല്ലേ? അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കാൻ, നിങ്ങളായിട്ടൊന്ന് മുഖാമുഖം ഒന്ന് കാണാൻ, നിങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള അറിവ് പങ്കുവെച്ച് തരാൻ, മനസ്സിലാക്കി തരാൻ, പഠിപ്പിക്കാൻ, അതൊക്കെ എന്തൊരു സന്തോഷം തരുന്ന ഒരു ജോബാണെന്നറിയോ? അത്രയും ഒരു മെൻ്റൽ പ്ലെഷർ നമുക്ക് തരുന്നതാണ്. So we are sharing with you and we are learning just like that. അങ്ങനെയാണ് പഠിപ്പ് എന്ന് പറയുന്നത് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിപ്പിൽ നമുക്കൊരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല. ഇതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഓഫീസ് വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനിലും ബ്ലൂ കളർ ജോബ്, നമുക്കിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന് നല്ല പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അപ്സെറ്റ് ആക്കാനായിട്ട്, നമ്മുടെ മൈൻഡിന് നെഗറ്റീവ്സ് ഫിൽ ചെയ്യാനായിട്ട് പല ഇഷ്യൂസും പുറമേ നടക്കും.
leave it everything, give importance to your job. When you come for the job, when you are right in the job, don't bring any other kind of distractions to your mind. And when you go home, don't take your office with you. അതാണ് ഇനി രണ്ടാമത് പറയാനുള്ളത്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഓഫീസ് കൊണ്ടുപോകരുത്. സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സ്കൂളും കൊണ്ടുപോകരുത്. കോളേജാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കോളേജ് കൊണ്ടുപോകരുത്. വീട്ടിൽ നിങ്ങൾക്കുള്ള സമയം ആർക്കുള്ളതാണ്? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബെറ്റർ ഹാഫ്, നമ്മുടെ ചിൽഡ്രൻ, നമ്മുടെ ഇൻലോസ്, നമ്മുടെ പേരൻസ് ആരൊക്കെയുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതാണ്. അവിടേക്ക് നമ്മൾ ഓഫീസും കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ വീട് തന്നെയാണ് നമുക്ക് ഓഫീസും, വീട് തന്നെയാണ് നമ്മുടെ വീടും, രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. സോ നമുക്ക് അതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കാം, പല നെഗറ്റീവ്സും നമ്മുടെ ഭാഗത്തേക്ക് വരാം. അല്ലേ, വീട്ടിലെല്ലാവരും ജോലി ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഇരുന്ന് പഠിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ മക്കളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൻ അമ്മക്ക് ജോലി ചെയ്യേണ്ട, പക്ഷെ എന്നാലും അവർക്ക് അവരുടേതായ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതിനിടയിൽ ഞാൻ മാത്രം കാൽ തൊട്ട് രാത്രി വരയ്ക്ക് ഇരുന്ന് പഠിക്കണം, അമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദീസ് ആർ ദ കംപ്ലയിൻറ്റ്സ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദി ചിൽഡ്രൻ. ഓക്കെ, ഇനി ചെറിയ ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അത്രത്തോളം ദാറ്റ് മച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. But the students in the 10th standard and then the 12th standard are much more frustrated now. അല്ല, കാലത്തൊട്ട് വൈകിട്ട് വരയ്ക്കും ക്ലാസ്സും പഠിപ്പും എഴുത്തും കുത്തും, അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഇതും കിട്ടണില്ല. ആൻഡ് ദി ചിൽഡ്രൻ ആർ ബിക്കമിങ് മോർ ലേസി നവഡേയ്സ്. കാര്യം പിന്നെ ചെയ്താൽ മതി, ആരും ഇപ്പോൾ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ക്ലിയർ? സോ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തോടു കൂടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു എംപ്ലോയർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ അവിടെ ഉണ്ടായിരിക്കും. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാനാണ് എന്താണ് സ്ട്രെസ്, എങ്ങനെയാണ് ആൾക്കാരനെ മനസ്സിലാക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യു ടു നോ വാട്ട് ഈസ് ദ റിയൽ കോസ് ഫോർ ദി ബിഹേവിയർ എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്കതിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെർസെപ്ഷനെ കുറിച്ചിട്ട് പഠിച്ചു, ബേസിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണ്, സ്റ്റിമുലൈ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒരു ഷോർട്ട് ആൻസറിൽ വരുന്നതാണ്. ഓക്കെ, പാരഗ്രാഫ് ടൈപ്പിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? ലെവൽസ് ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്സ്, ഫീച്ചേഴ്സ് ഓഫ് ദി പെർസെപ്ഷൻ, സെൻസേഷൻ എന്താണ്, പെർസെപ്ഷൻ എന്താണ്, പെർസെപ്ച്വൽ പ്രോസസ്സ് എന്താണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻഡിവിജ്വൽ കമ്മിറ്റ് വൈൽ ആട്രിബ്യൂട്ടിങ് ദ കോസസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ നമുക്ക് തെറ്റ് സംഭവിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എസ്സേ ടൈപ്പിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെർസെപ്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. അതേപോലെ തന്നെ ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം. ഞാൻ പറഞ്ഞ ആട്രിബ്യൂഷൻ തിയറി ആണ് നമുക്ക് ഒരു ദാറ്റ് ഈസ് റൂട്ട് കോസ് ഓഫ് പെർട്ടിക്കുലർ ബിഹേവിയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.